ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ ഓൺ വോയിസ് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ബട്ട് ഇതിപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാമെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ സ്കിൻ റുട്ടീനൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകണേ കേട്ടോ. നിങ്ങൾ നല്ല സ്കിന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്കിൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഒന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇപ്പൊ ഈയിടെയായിട്ട് കുറെ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫേസിൽ ഗ്ലോ ഉണ്ടായിട്ടുള്ളത്. എന്നെ നേരിട്ട് കാണാത്തവർ ചോദിക്കുന്നത് ഇത് ഫിൽറ്റർ ആണോ, ഫിൽറ്റർ ഇടുന്നതുകൊണ്ടാണോ ഫേസിൽ ഗ്ലോ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നേരിട്ട് അറിയാവുന്നവർ ചോദിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മുഖം ഒരു ഗ്ലോ വന്നേ, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഇത് പെട്ടെന്ന് വന്ന ഗ്ലോ അല്ല. ഇത് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ നല്ലോണം സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് ഫേസ് ഒന്ന് ഗ്ലോ ആയതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്റെ ഫേസിന്റെ ഗ്ലോയിന്റെ കാരണം. പിന്നെ എന്റെ ഓയിലി സ്കിന്നും കൂടിയാണ്. പിന്നെ ഇപ്പൊ വേനൽക്കാലം ആയപ്പോഴാണ് ശരിക്കും ഈ ഗ്ലോ അറിയാൻ തുടങ്ങിയത്. മഴക്കാലത്തും ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ വേനൽക്കാലത്ത് ഇപ്പൊ എന്റെ മുഖം കുറച്ച് ഓയിലിയും കൂടി ആയതുകൊണ്ട് വേർക്കവും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ ഗ്ലോ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിപ്പോ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷമുള്ള ഗ്ലോ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതിപ്പോ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു തിളക്കം പോലെ ഉണ്ടാവും. അപ്പോൾ രസമാണ്. നമുക്ക് ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. നേരിട്ട് കാണുമ്പോൾ ഓയിൽ ഒഴിച്ച പോലെ ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളാണ് പറയാൻ പോണേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ഇത് ചാർട്ട് ചെയ്യേണ്ട പറയുന്നത് കേട്ടോ, അതായത് ഓർഡറിലല്ല പറയുന്നത്. സോ ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകാം, ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് പീൽ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാനൊരു വീഡിയോ പീൽ ട്രീറ്റ്മെന്റിനെ പറ്റി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താ സാധനം എന്നുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പീൽ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. പീൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുരുവൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആയി കിടക്കുവാണെങ്കിൽ നമ്മളൊരു കെമിക്കൽ പീലാണ്, ഞാൻ ചെയ്ത് കെമിക്കൽ പീലാണ്. കറക്റ്റ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളത്തെ സ്കിന്ന് അത് പോയിട്ട്, അത് ഡാമേജ് ആയിട്ടുള്ളത് പോയിട്ട് നമ്മുടെ ഒറിജിനൽ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ അത് തിരിച്ചു വരും. അതാണ് ശരിക്കും പീൽ ട്രീറ്റ്മെന്റ്. അപ്പൊ ഞാൻ പീൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് MPC ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞാൻ മുമ്പേ ഒട്ടും സ്കിന്ന് കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ ഡാൻസറാണ്. അപ്പൊ ഞാൻ ക്ലാസിക്കൽ ഡാൻസിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് നൈറ്റ് വന്ന് അതേപോലെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെയൊക്കെ സമയം കിട്ടിയാലാണ് ഇതൊക്കെ കഴുകിക്കളയുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ കെയർ ചെയ്യാത്തൊരു ടൈപ്പായിരുന്നു. പിന്നെ മുഖത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാ സാധനവും യൂസ് ചെയ്യായിരുന്നു. സാധാരണ നമ്മളിപ്പോൾ ചെറിയ ബോക്സിൽ കിട്ടുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ യൂസ് ചെയ്യായിരുന്നു. എനിക്ക് അങ്ങനെ ബ്രാൻഡഡോ കാര്യങ്ങളോ അങ്ങനത്തെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മൾ ഏത് സോപ്പാണോ മേത്ത് തേക്കുന്നത് അതേ സോപ്പാണ് മുഖത്ത് തേച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇന്ന സോപ്പൊന്നും ഇല്ല, ഇപ്പം ഏത് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സോപ്പും ഞാൻ മുഖത്ത് തേക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഞാൻ സ്കിന്നിൽ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക്. പിന്നെ +2 വരെ എന്റെ മുഖത്ത് ഒരു കുരു പോലും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി എത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറെ കുരു വരാൻ തുടങ്ങി. നമ്മുടെ ഏജിന്റെ ആയിരിക്കും മേ ബി. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴെന്താ ഞാനിത് കാര്യമാക്കില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു കുരു വരുന്നുണ്ടല്ലോ, കെയർ ചെയ്യണ്ടേ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുരു അല്ല, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ലല്ലോ, അത് മുഖത്തിരിക്കുമല്ലേ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വിട്ടു. അത് കഴിഞ്ഞ് ഡിഗ്രി ഒരു 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കര നന്നായിട്ട് കൂടി, ചൊറിയാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ടെത്തി. ഇത് കുരു വന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഈ കുരു ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ അത്രയും അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഞാനിത് ഡോക്ടറിനെ കാണിച്ചത്. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത് 1ാമത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞു, 2ാമത്തെ സ്റ്റേജ് അങ്ങനെ കഴിഞ്ഞ് ഇത് പിമ്പിളിന്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പീൽ ട്രീറ്റ്മെന്റ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ കുരുവൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളുവെങ്കിൽ നിങ്ങൾ നോർമലി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ മരുന്ന് തരും, അത് പുരട്ടി കഴിഞ്ഞാൽ കുരു അങ്ങ് പോകും. പക്ഷെ എന്റെ അതിലും കുറെ നന്നായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് പീൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പീൽ ട്രീറ്റ്മെന്റിന്റെ വീഡിയോയിൽ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ചെയ്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പീൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടോളാം. പിന്നെ ഇതിന്റെ ആ വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യം, അതിന്റെ റേറ്റ് ആണ് വരുന്നത്. പീൽ ട്രീറ്റ്മെന്റിന്റെ റേറ്റ് വരുന്നത് ഒരു സിറ്റിങ്ങിന് 3000 ആണ് വരുന്നത്. അങ്ങനെ 3 സിറ്റിംഗ് ഉണ്ടാവും. ഞാൻ 2 സിറ്റിങ്ങിനേ പോയിട്ടുള്ളൂ. അപ്പൊ 3ാമത്തെ സിറ്റിംഗ് ആയപ്പോഴത്തേക്കും വേനൽക്കാലമായി. പിന്നെ ഞാനും തിരക്കായി. അപ്പൊ തിരക്കുള്ള സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം മുഖം ഇങ്ങനെ പൊളിഞ്ഞു പോകും. ആ പിമ്പിള് വന്ന ഭാഗം ഇങ്ങനെ ചൊറിഞ്ഞു ഇങ്ങനെ വരുന്ന പോലെ അങ്ങനെ വരും. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും 1 വീക്ക് പീൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിലൊന്നും തട്ടാൻ പാടില്ല, അങ്ങനെ ഇരിക്കണം. അപ്പൊ ആ ഒരു സമയത്തിന്റെ പ്രശ്നം കൊണ്ടും പിന്നെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ മേക്കപ്പ് ചെയ്യേണ്ടി മേക്കപ്പ് ചെയ്തിരിക്കേണ്ട സമയത്തേ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വന്നോണ്ട് ഞാൻ 3ാമത്തെ സിറ്റിങ്ങിന് പോയില്ല. അപ്പൊ അതാണ് ഇങ്ങനെ കുഴി മാത്രം കാണുന്നത്. കുരു പോയിട്ട് അതിന്റെ കുഴി മാത്രം ഇങ്ങനെ ഇവിടെ ബാക്കിയായി പോയി. അപ്പോൾ ഇങ്ങനെ കുഴിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണ്. ബട്ട്
ഞാൻ നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ത്യാഗം മതിയായ എൻ്റെ ഇത് നിങ്ങൾ വാല്യൂ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം പീൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം കേട്ടോ, നല്ലതാണ്. പക്ഷെ നിങ്ങൾ അത് കെയർ ചെയ്യാനും കൂടി റെഡിയാണ്. കാരണം ഇത് നമ്മൾ വെയിലത്തിറങ്ങാൻ പാടില്ല, പൊടി തട്ടാൻ പാടില്ല. ഇവൻ ഒരു പ്രാണിയോ ഉറുമ്പോ തട്ടിയാൽ പോലും കണ്ണിന്നൊക്കെ വെള്ളം വരും. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്റേതാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് ഡോക്ടറിന് തന്നെ ഒരു വർഷം ഇടുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് തന്നെ അതിങ്ങനെ ചുമന്നിങ്ങനെ വരുമായിരുന്നു, ഇങ്ങനെ പൊള്ളിയ പോലെ ഇങ്ങനെ വരുമായിരുന്നു. പെട്ടെന്ന് അതിട്ട് പെട്ടെന്ന് മായ്ച്ചാൽ അങ്ങനെയൊക്കെയാണ് കുറച്ച് റിസ്ക് എടുത്താണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറെ പൊളിഞ്ഞും പോയില്ല കേട്ടോ, അതൊരു ഉപകാരമായി. അല്ലെങ്കിൽ പീൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇങ്ങനെ മുഖേന പൊളിഞ്ഞു വരുന്ന വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റും. എൻ്റെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് പീൽ ട്രീറ്റ്മെന്റിനെ പറ്റി പറയാനുള്ളത്. ഈ പീൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പം 1 ഇയർ ആയി കഴിഞ്ഞിട്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഫേസിൽ എന്താ ഗ്ലോ എന്നുള്ളത്. അപ്പൊ പീൽ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഗ്ലോയോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മളത് സ്കിൻ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോർമലി ഞാൻ മുഖം കഴുകും. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാനിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് കഴുകും. കാരണം തലയിൽ എന്ത് ചെയ്താലും നമുക്കൊരു ഓയിൽ പ്രൊഡ്യൂസ് ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നെറ്റിയിലൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ കുരു എന്തായാലും വരും. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുക. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇപ്പം ഇന്നതെന്നില്ല, പക്ഷെ ഞാൻ സ്ക്രബുള്ള ഫേസ് വാഷ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതാകുമ്പം ഈ കുഴിനുള്ളിലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് അത് ചെയ്യാം. അതല്ല നിങ്ങൾ പണ്ടത്തെ പോലെ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ സോപ്പാണ് യൂസ് ചെയ്തെങ്കിൽ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. അപ്പം അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് ഭയങ്കര റേറ്റിന്റെ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ള സാധനം യൂസ് ചെയ്യുക. ഭയങ്കര റേറ്റ് ഉള്ളത് വാങ്ങിയെന്ന് വെച്ചാൽ നല്ലതാണെന്നില്ല. നിങ്ങളുടെ സ്കിൻ ഏതാ. പിന്നെ ആദ്യം എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു കുരുവിരലൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രോഡക്റ്റ് മോശമാണെന്ന് വിചാരിക്കേണ്ട, അതൊന്ന് 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര കുരുവരുന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ട. അങ്ങനെയല്ല, നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഉടനെ സ്കിൻ റിയാക്ട് ചെയ്യും. എന്തായാലും ഒരു എന്താ പറയാ, ആ ഒരു ടോൺ, ഒരു മാറ്റം, എന്താ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നല്ലത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതങ്ങ് ഒരു റൂട്ടീനായിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് രാവിലെ എണീച്ചോടെ മുഖം കഴുകും. അപ്പം മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ മുടി തട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ രാത്രി മുടി നിർബന്ധമായിട്ടും കെട്ടിയിട്ട് കിടക്കുക. ഈ മുടി കെട്ടിയിട്ട് കിടക്കാൻ തുടങ്ങിയ പിന്നെയാണ് ശരിക്കും പറയാൻ എൻ്റെ നെറ്റിയിലെ കുരുവൊക്കെ പോയത്. നെറ്റിയിൽ ഇപ്പോൾ കുരുവോ പാടോന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഈ ഇത് ഞാൻ നോർമൽ ക്യാമറയിൽ തന്നെ എടുക്കുന്നത്, വേറെ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതാ കണ്ട, നെറ്റി ഇപ്പൊ ക്ലിയർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ മുടി കെട്ടിയിട്ട് കിടക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മുടി മേലെ പിടിച്ച് കെട്ടി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നോർമലി ഗേൾസ് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ മാത്രം ചെയ്യാത്തെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും കെട്ടിയിട്ട് തന്നെ ആയിരിക്കും കിടക്കാറ്. ഞാൻ മുടി ഇങ്ങനെ നോർമലി അങ്ങ് അയച്ചിടും, കിടക്കും. ചിലപ്പോൾ മുടീന്റെ മുകളിൽ കിടക്കും, ചിലപ്പോൾ മുടി എന്റെ അടി കിടക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ തന്നെ പിമ്പിൾ വരുന്നതിന്റെ ഒരു കാരണങ്ങൾ ഒഴിവാകും. കാരണം ഈ എണ്ണ തേച്ച് കുളിക്കുന്ന ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയിലൊക്കെ കുരു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, എവിടെയെങ്കിലും പോകുന്നതിന് അതായത് രാവിലെ ഈ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും പോകണമെങ്കിലും നിർബന്ധമായിട്ടും ഞാൻ മോയ്സ്ചറൈസർ ഇടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരുങ്ങണമെന്ന് തീരുമാനിക്കുള്ളൂ. അതാണെങ്കിൽ ഏതെങ്കിലും ലാട്ട് ഫൗണ്ടേഷനോ പൗഡറൊക്കെ ഇട്ടിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ പുറത്താണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ ആളുകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ മാത്രമേ ഞാൻ ഒരുങ്ങുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങില്ല, അങ്ങനത്തെ ടൈപ്പായിരുന്നു. പക്ഷെ മേക്കപ്പ് ഇടുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് രാവിലെ എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഓയിലായിട്ട് ഒലിച്ചിങ്ങനെ ഇറങ്ങുന്ന പോലെ ആയിരിക്കും. അപ്പം രാവിലെ എന്തായാലും ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പുറത്തിറങ്ങുവാണെങ്കിൽ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിപ്പം എന്നോട് പീൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് കുറെ പേര് ചോദിക്കുന്നുണ്ട്, വെളുക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തത്, വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ, ഇപ്പൊ നീ വെളുത്തല്ലോ, പീൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നീ വെളുത്തല്ലോ. ശരിക്കും പീൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഞാൻ വെളുത്തിട്ടില്ല. വെളുക്കണമെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേറെ ചെയ്യാം. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പീൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. സൺസ്ക്രീൻ ഇടും, മോയ്സ്ചറൈസർ എല്ലാം ശ്രദ്ധിക്കും. പക്ഷെ കഴുത്തും കൈ ശ്രദ്ധിച്ചില്ല. അങ്ങനെ കൈ മൊത്തം ടാനായി. ഒന്നാമത് 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കൈ മൊത്തം ടാനായി. അങ്ങനെയാണ് ഫേസ് വേറെ കളർ, കൈയിലൊക്കെ വേറെ കളറായത്. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ വെളുക്കാൻ വേണ്ടി എന്തോ ചെയ്തിട്ട് ഫേസ് മാത്രം വെളുത്തുന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ തെറ്റാണ്, അങ്ങനെയല്ല. ബാക്കി കെയർ ചെയ്തില്ല, മുഖം കെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട എനിക്ക് പറ്റിയ മറ്റൊരു തെറ്റ്, നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനം കഴുത്തിന്റെ ഇവിടം വരെയെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ
വേറെ വേറെ കളറായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. എന്നെ പോലെ 2 വീലർ യൂസ് ചെയ്യുന്ന ആളാണ്, നിർബന്ധമായിട്ട് കയ്യിൽ ഗ്ലൗസ് ഇടുക, കഴുത്തിൽ ഷാളോ എന്തെങ്കിലുമൊക്കെ ഇടുക. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ട്, അതായത് ഇപ്പൊ ഫെബ്രുവരി അല്ലേ, ജനുവരി മുതൽ ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുത്ത സംഭവമാണത്. ഇനി 2 വീലർ എടുത്ത് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗ്ലൗസും ഷോളും യൂസ് ചെയ്തിട്ടേ പോകുള്ളൂ. മാസ്ക് യൂസ് ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടന്നാൽ നടക്കും. അപ്പൊ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണത്. അപ്പം ഇനി നിങ്ങൾക്ക് മുഖത്ത് മാത്രം എന്തോ തേച്ചും തോന്നാത്ത രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ എവിടെ പോയി വന്നു കഴിഞ്ഞാലും നമ്മൾ ഇട്ട മേക്കപ്പ് അലഞ്ഞ് ഇങ്ങനെ തേക്കാതെ റിമൂവ് ചെയ്യുക. അത് വൃത്തിയിൽ ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ആദ്യം ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്ത്, പിന്നെ കണ്ണ് റിമൂവ് ചെയ്ത്, അങ്ങനെ റിമൂവ് ചെയ്തിട്ട് മാത്രം കഴുകുക. ഞാൻ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ അങ്ങ് തേക്കുക ചെയ്യുന്നത്. എന്താണ് ഇതിനെ കൊണ്ട് ഉപകാരം? ഉള്ള മേക്കപ്പ് മൊത്തം കെമിക്കൽസ് മൊത്തം ബാക്കി ഇങ്ങോട്ടേക്ക് ആവല്ലേ ചെയ്യാം. അപ്പോൾ അതിനെ കൊണ്ട് കാര്യമില്ല. ഇതൊന്നും ഞാൻ ചിന്തിച്ചേ ഇല്ലാത്ത ഒരു കാര്യങ്ങളായിരുന്നു. ഇപ്പം 1 ഇയർ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങൾ ജസ്റ്റ് കൺമഷിയൊക്കെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയറും ഇതും. ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഈ പീൽ ട്രീറ്റ്മെന്റിന് ശേഷം 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, 1 ഇയർ ആയിട്ട് ഒരേ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റ് പോലും മാറ്റി യൂസ് ചെയ്യാനോ ഒരു റിസ്ക് എടുക്കാനോ ഇതിലും നല്ല ബെറ്റർ പരീക്ഷിക്കാനോ ഒന്നും നിന്നിട്ടില്ല. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, കാരണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് ഒരേ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടും സ്കിന്ന് കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. അത് ഡേ ബൈ ഡേ നമുക്ക് മനസ്സിലാവും സെയിം യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ആദ്യത്തെ ഒരു 5-6 മാസം ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്നു. പക്ഷെ 1 ഇയർ ഒക്കെ ആയപ്പോൾ ശരിക്കും എന്നോട് ഇപ്പോഴാണ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാവരും ഇപ്പോൾ പുറത്ത് പോയിട്ട് കുറേ ടാൻ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ മുഖത്ത് അത്രയും ടാൻ വരുന്നില്ല. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്, എന്താണ് സ്കിൻ എന്താ ചെയ്തതെന്ന് എന്നേരമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 1 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. ഇതിപ്പോൾ കഴിഞ്ഞു, ഇനി മേടിക്കണം. ഇത് 2-3 പ്രാവശ്യം മേടിച്ചു, 2-3 പ്രാവശ്യം മാറ്റി വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫേസ് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ. ഇത് ഫോട്ടോ ഞാൻ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം വേണമെങ്കിൽ. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങുന്നതാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങാം, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ട്യൂബായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഈ മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ല കുറേ ലാസ്റ്റ് ചെയ്യും. നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ എനിക്ക് നിൽക്കാറുണ്ട്, നല്ല വൃത്തിയിൽ നിൽക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ ഇതിനൊരു കുറച്ച് ഫൗണ്ടേഷൻ്റെ പോലത്തെ ഒരു കളറാണ്, വൈറ്റ് കളറല്ല. അപ്പോൾ ഒരു യെല്ലോ അടിക്കുന്ന പോലത്തെ ഒരു കളറാണ്, ക്രീമി കളർ. അപ്പം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ഗൈസ്, യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്നാണ് ഇനി അടുത്ത കാണിക്കാൻ പോണത്. ഇതാണ് സൺബാൻ. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഡോക്ടർ അന്ന് തന്നതാണ്. പിന്നെ ഞാനിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി. ഇത് പക്ഷേ ഓൺലൈനിൽ കാണുന്നില്ല കേട്ടോ. ഞാൻ ഇത് സെയിം സാധനം കാണുന്നില്ല. സൺബാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഇതേപോലത്തെ അല്ലാത്ത കാണുന്നുണ്ട്, പക്ഷെ ഇത് കിട്ടാനേ ഇല്ല. ഞാൻ പീൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടാണ് ഞാൻ ഇത് പിന്നെയും വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ സൺസ്ക്രീനെ പറ്റി പറയുവാണെങ്കിലും ഇതും നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഇടണം. അല്ലെങ്കിൽ ഇത് ഇട്ട ഉടനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലത്തെ, വൈറ്റ് കളറിൽ ഇങ്ങനെ ഒലിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളെന്തോ പുട്ടി അടിച്ചിട്ട് അത് ഒലിച്ചു വരുന്ന പോലത്തെ ഫീൽ ആയിരിക്കും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പേ നമ്മൾ ഇത് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇട്ട് കഴിഞ്ഞിട്ട് ഇതും നല്ല എഫക്റ്റീവാണ്. ശരിക്കും ഡോക്ടർ എന്നോട് പറഞ്ഞാൽ 3 hours കഴിയുമ്പോൾ ഇത് പിന്നെയും അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് എഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഹിമാലയയുടെ ഈ ഒരു മോയ്സ്ചറൈസർ, ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. ജസ്റ്റ് 100 രൂപ അങ്ങനെ സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും അഫോർഡബിൾ അല്ലേ. അപ്പോൾ ഈ മോയ്സ്ചറൈസറാണ് ഞാൻ പുറത്തിറങ്ങാത്തപ്പോൾ ഇടാറുള്ളത്, വീട്ടിലിരിക്കുമ്പോൾ ഇടാറുള്ളത്. മറ്റേതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര കുറച്ച് ഓർഗാനിക് പ്രൊഡക്റ്റ് പോലത്തെ അങ്ങനത്തെ സ്മെല്ലുകൾ എനിക്കിഷ്ടം വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ. പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പ്രേ ഒക്കെ അടിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഈ ഹിമാലയൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തപ്പം മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ഫേസ് മോയ്സ്ചർ എന്ന് പറയുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. പിന്നെ സൺസ്ക്രീനും കാണിച്ച്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരും. 1-2 ഒന്നും ആയിരിക്കില്ല, ഇങ്ങനെ കുറേ നിറച്ച് പിമ്പിൾസ് ഇങ്ങനെ വരും. അതും ഈ ഒരു സൈഡ് ഇങ്ങനെ വരുന്നോണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കേട്ടോ. പിന്നെ ഈ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ എരിയുന്ന പോലെ ഒരു ഫീല് വരാറുണ്ട്. അപ്പോൾ ഡോക്ടറിനോടൊക്കെ ചോദിച്ചിട്ട്, നിങ്ങളൊന്നും ഞാൻ പറയുന്നത് കേട്ട് വാങ്ങി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നന്നായിട്ട് ആരെങ്കിലും അറിയുന്ന ബോധവും വിവരവും ഉള്ളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച്
നിങ്ങളെ സ്കിൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എൻ്റെത് ഭയങ്കര സെൻസിറ്റീവ് ഓയിലും ഒക്കെ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതിന് പറ്റുന്നതായിരിക്കുമല്ലോ ഡോക്ടർ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് പിമ്പിൾ വരുന്ന സ്ഥലത്ത് മാത്രം, ഏതാണ് പുതിയ പിമ്പിൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അവിടെ മാത്രം തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസത്തേക്കൊന്നും അത് പോകുന്നില്ല. 2 ദിവസം വന്നിട്ടേ ഇത് പോകുള്ളൂ. എന്നാലും അതിങ്ങനെ ഭയങ്കരമായി വന്ന് പൊട്ടി അലമ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനെ പറ്റി പറയാനുള്ളത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ മുടിയൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ സ്കിന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക, മുടിയൊക്കെ മേലെ കെട്ടി വെക്കുക, പിന്നെ ഓയിൽ കാര്യങ്ങളൊന്നും ഓവർ യൂസ് ചെയ്യാതിരിക്കുക, പിന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ 1 ഇയർ ആയിട്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഡാൻസിന്റെ മേക്കപ്പ് ചെയ്ത് അന്നേരം തന്നെ അത് മായ്ച്ച് കളയുകയും ചെയ്യും. പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഡാൻസിന്റെ മേക്കപ്പ് മായ്ച്ച് കളയും. അതും കൂടാതെ ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് ഉറങ്ങുന്നത് കേട്ടോ. അതായത് നൈറ്റും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ ചില ആളൊക്കെ പറയാറുണ്ട് ഈ നൈറ്റ് വേറെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് ഉറങ്ങരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നൈറ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്തോ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ 1 ഇയർ ആയിട്ട് വേറെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തില്ല. അതായത് നമ്മൾ പൗഡർ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യല്ലോ, അങ്ങനത്തെ യാതൊരു ഇപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യില്ല. അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സൺസ്ക്രീൻ മാത്രം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ സാധനങ്ങളൊന്നും ഞാൻ വേറെ യൂസ് ചെയ്തിട്ടില്ല. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ പൗഡറോ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നമ്മൾ എന്നാലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇട്ടുപോകും. എന്നാലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പക്ഷെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇട്ടില്ല. കണ്ണെഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാൽ തന്നെ ഈ ഒരു കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അറിയില്ല ഫൗണ്ടേഷനൊക്കെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാനും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്ത് റിസ്ക് എടുത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പീൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചും എൻ്റെ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, അതുപോലെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ജീവിത ശൈലി അനുസരിച്ചിരിക്കും നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ 1 ഇയർ ആയിട്ട് അതും ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ 1 ഇയർ എന്നുള്ള കണക്ക് പറയുന്നത് എന്താ വെച്ചാൽ, 1 ഇയർ മുമ്പ് വരെ ഞാൻ PSC ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ 1 വർഷമായിട്ട് ഞാൻ PSCക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ പരിപാടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാനും പറ്റുമല്ലോ, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, വെള്ളം നന്നായിട്ട് കുടിക്കണം. നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയ, അത് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാവും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ വരും. പിന്നെ വെജിറ്റബിൾസ്, ഞാൻ വെജിറ്റബിൾസ് കഴിക്കാത്ത ആളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലോണം കഴിക്കും. ഞാനിപ്പോൾ ബേക്കറി കട്ട് ചെയ്തിട്ട് അതിന് വരെ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. മുമ്പേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ബേക്കറിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതും അതൊക്കെ നല്ലതാണ്. അങ്ങനെ അതും നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരും. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഓവർ ഈ ബിരിയാണി, മന്തി സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ഓയിലി സാധനങ്ങൾ, ബിരിയാണി ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അതൊന്നും ബിരിയാണി ഒന്നും അങ്ങനെ ജങ്ക് ഫുഡൊന്നും കൂട്ടാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഹെൽത്തിയൊക്കെ തന്നെയാണ് നമ്മൾ നോക്കിയും കണ്ടും കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കി നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, ഓവർ വറുത്തത്, പൊരിച്ചത്, എണ്ണയിലിട്ട് ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെല്ലാം ഗ്ലോ ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഡസ്പായി വരിക ചെയ്യുക. നമ്മളെ കണ്ടാൽ തന്നെ അങ്ങനെ ആയിരിക്കും തോന്നുക. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പം വർക്കൗട്ടും ചെയ്യാറുണ്ട്. ഞാൻ ഒരു 1 ഇയർ ആയിട്ട് ഞാനിപ്പോൾ ഡാൻസ് ഫീൽഡിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഡാൻസ് കളിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. രാവിലെയും ചെയ്യും, ചിലപ്പോൾ വൈകുന്നേരം ചെയ്യും. 2 നേരമൊക്കെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ വെള്ളവും നമുക്കിപ്പോൾ കുടിക്കാൻ പറ്റും. അപ്പം നല്ലോണം വിശക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനും പറ്റും. അങ്ങനെ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം വാരി നമ്മൾ മുഖത്ത് തേച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും അത്രയും സ്കിന്നിന് ഗ്ലോ ഒന്നും വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ പിമ്പിളൊക്കെ പോകുമായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ഗ്ലോയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വേർത്ത് നമ്മളെ ഇതൊക്കെ പോകും, അനാവശ്യമായിട്ടുള്ള ഫാറ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശരിയാവും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസിലും കൂടിയായിരുന്നു. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് താല്പര്യമാണ്, ഞാൻ നെക്സ്റ്റ് വീഡിയോ വേണേൽ അതായിട്ട് ചെയ്തു തരാം. ഞാനൊരു 7 kg കുറച്ചതാണ്. ഇനിയും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സ്കിൻ കെയറും ഡയറ്റും എല്ലാം കൂടി മിക്സ് ആയപ്പോഴാണ് ഗ്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഫിൽറ്റർ ഇല്ലാത്ത ഫേസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിൽറ്റർ ഇട്ടതോ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ പിമ്പിൾസ് ഉണ്ട് അത്യാവശ്യം. നമുക്ക് ഓരോ ടൈമിൽ അങ്ങനെ എനിക്ക് 1 മാസം അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു
പിമ്പിളാണ് ഉള്ളത്. പിന്നെ 3 സിറ്റിംഗ് ഇരിക്കണം ശരിക്കും പീൽ ട്രീറ്റ്മെന്റ്. 3ാമത്തെ സിറ്റിങ്ങിന് പോകാത്തതുകൊണ്ടാണ് ഈ കുഴികൾ ഇവിടെ ബാക്കിയായിപ്പോയത്. അല്ല ഇതും കൂടെ ചെയ്യായിരുന്നു. ഇനി സമയം അനുസരിച്ച് ചെയ്യണം. പിന്നെ ഇതിന് ഗുളികയൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിന്റെ ആഫ്റ്റർ പ്രൊഡക്ഷനാണ് പിന്നെയും റേറ്റും വരുന്നത്. ഈ ഓയിൽമെന്റ് തരുന്ന ഓയിൽമെന്റ് ഒക്കെ കുഞ്ഞിതാണെങ്കിലും കാണാൻ കുഞ്ഞിതാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തം റൗണ്ട് ചെയ്ത് നമ്മളൊരു 10,000 റുപ്പീസ് ഒക്കെ കാണുവാണെങ്കിലാണ് ഈ പീൽ ട്രീറ്റ്മെന്റ് ശരിക്കും സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയാകുമ്പോൾ നമുക്കത് ചെയ്യാവുന്നതിന് ഇതല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ എനിക്ക് ഓൺ വോയിസിൽ ഇങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. സോ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ബെറ്റർ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പുറകെ ഇനി ഹെയർ കെയർ വീഡിയോ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സിറം ഒക്കെ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വൈറ്റമിൻ സി സിറം അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതായിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ മാക്സിമം ഹോം റെമഡീസ് ഒഴിവാക്കുക. അതായത് യൂട്യൂബിൽ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഹോം റെമഡീസ് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ചിലവർ തൈര് മുഖത്തിടും, ചിലവർ ബീട്രൂട്ട് മുഖത്തിടും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആയിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് ചെയ്യരുത്. നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ഏതാണോ അത് മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പം ചിലവർ പയറുപൊടി തേക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് പയറുപൊടി ആവണമെന്നില്ല, അത് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ റൊട്ടീനിൽ പോയത് ഇന്നത് യൂസ് ചെയ്യണം എന്നുള്ളതല്ല, നമ്മളത് എപ്പോഴും ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പീൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന സാധനം റുട്ടീനായിട്ട് തന്നെ കൊണ്ടുപോയി എല്ലാ ദിവസവും ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക. എത്ര സമയമില്ലെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെന്താ കഴിക്കുന്ന ഫുഡും അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ഹെൽത്തി ലൈഫ് കൊണ്ടുപോവുക. ഞാൻ ഫുൾ ടൈം ഹെൽത്തി ലൈഫ് കൊണ്ടുപോകുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം ഇനിയും ബെറ്റർ ആക്കാൻ ശ്രദ്ധിക്കാം. അപ്പം നെക്സ്റ്റ് ഒരു 1 year കഴിയുമ്പോൾ വേണം നമുക്കൊന്നുകൂടി നോക്കാം എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇനി ബെറ്റർ ആവുകയാണോ ചെയ്യുന്നത്, അത് ബെറ്റർ അല്ലാതാവുകയാണോ ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ എന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾ, എന്താണ് സ്കിന്നിൽ ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്നത്, വെയിലത്തിറങ്ങുമ്പോൾ എന്ത് തേക്കുന്നു, വെയിലത്തിറങ്ങാത്തപ്പോൾ എന്ത് തേക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.